ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കുകയാണ് കേട്ടോ. എല്ലാവരും എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ വല്യമ്മയുടെ ഫാമിലിനെയാണ് കേട്ടോ. ഞങ്ങൾ 2 ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നേക്കുകയാണ്. ഒരു 4 മണിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പോൾ കൃത്യം ചായയുടെ നേരത്തെ എത്തിയോണ്ട് അമ്മ ചായയൊക്കെ ഉണ്ടാക്കി തന്നു. വന്നപ്പോൾ പഴംപൊരിയും സുജിയനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂട്ടി എല്ലാവരും ചായ കുടിക്കാനിരിക്കുകയാണ്. ഞങ്ങൾ എപ്പോഴും കാണുന്നുണ്ടെങ്കിലും ഇതേപോലെയൊക്കെ വന്ന് താമസിച്ചിട്ട് കുറച്ച് നാളായി. പരിയാരത്ത് തന്നെയാണ് എൻ്റെ വല്യമ്മച്ചിയുടെ വീട്. അപ്പൊ അവര് പോരുന്നോടുകൂടി ഞാൻ ഇങ്ങോട്ട് പോകുന്നു അവരുടെ കൂടെ. വൈകുന്നേരത്തേക്ക് നമുക്ക് ഫ്രൈഡ് റൈസും ചില്ലി ഗോബി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. റൈസൊക്കെ വേവിച്ചു, ഫ്രൈഡ് റൈസിനുള്ള മസാല റെഡിയാക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ചില്ലി ഗോപിക്ക് വേണ്ടിയിട്ടുള്ള കോളിഫ്ലവർ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാരും കൂടെ ഇതേപോലെ കിച്ചണിൽ കുക്ക് ചെയ്തിട്ട് കുറച്ചധികം നാളായി. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമുക്ക് മണി പാർക്കിക്ക് പോകാൻ വേണ്ടി. ഇവാൻ ഇന്ന് കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ അവന് മണി പാർക്കിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ പോവാണ്. അവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയൊരു പാർക്കുണ്ട്. പിന്നെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. എന്നപ്പോൾ ചേട്ടൻ ജോലി കഴിഞ്ഞ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് പാർക്ക് കണ്ടതിൻ്റെ സന്തോഷത്തിൽ മാറി മാറി എല്ലാത്തിലും അവർ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു 7:30 ഇറങ്ങി, 8:30 ആയപ്പോൾ നമ്മൾ തിരിച്ചെത്തി. ഇവാനുവിന് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് അവന് കൊടുത്തു. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. ഈ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ.